എല്ലാവർക്കും നമസ്കാരം. വിജയ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞായറാഴ്ച ആയ കാരണം നമ്മൾ ഒരു ചെറിയ രീതിയിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലിട്ടിരിക്കുന്ന നമ്മൾ പച്ചമുളകും ഇഞ്ചിയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതാണ് അത് ചെറിയ രീതിക്കൊന്ന് ശോഷിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്തേക്ക് നമ്മൾ സവോള, പച്ചമുളക്, വേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ കുറച്ചൊന്ന് ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാല, അതുപോലെ മഞ്ഞൾപ്പൊടി, തൈര് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പപ്പ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം അനിയത്തി ഇതുപോലെ എൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് പപ്പ ചിക്കൻ കറി വെച്ചത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ചുമന്ന കളറിലെ ചിക്കൻ കറി ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എപ്പോൾ വീട്ടിൽ ചിക്കൻ വാങ്ങിയാലും അവൾക്ക് ചുമന്ന കളറുള്ള ചിക്കൻ കറി വേണം, ഭയങ്കര നിർബന്ധമാണ്. വേറെ ഏത് കളറാണെങ്കിലും എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ആൾക്ക് അതൊരു തൃപ്തിയാവില്ല. ആൾക്ക് എപ്പോഴും ചുമന്ന കളറിലുള്ള ചിക്കൻ കറി വേണമെന്ന് എപ്പോഴും നിർബന്ധമാണ്. അപ്പോൾ അതൊന്ന് ചുമപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി കൂടുതലായിട്ട് ഇടുന്നത്. അങ്ങനെ അപ്പോൾ നമ്മൾ പാനിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു, അതിനകത്തേക്ക് വേപ്പില ഇട്ടു. ജസ്റ്റ് വേപ്പില ഇടുക. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടു. അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കി സവോള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അനിയത്തിയാണ് വീഡിയോ എടുക്കാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ അത് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനും കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം അവൾക്കും അത് എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകുന്നു. ഇതാണ് അനിയത്തി. എല്ലാത്തിൻ്റെയും ക്യാമറയുടെ പിന്നിൽ ഇവളായിരിക്കും. അപ്പോൾ നമ്മളിതിനകത്തേക്ക് സവാള നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി ഇടാം. എരിവിനുള്ള മുളക് പൊടി നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പച്ചമുളക് ഇട്ടിട്ടുള്ള കാരണം കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത്. ചിക്കൻ കറി ഒരു ചുമന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചുമപ്പ് കളർ ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുവപ്പ് കളർ എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യമൊന്നും അറിയണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ കുക്കിങ്ങിലേക്കൊക്കെ കൈ കടത്തി പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ പരീക്ഷിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് അറിയില്ല ഇതെങ്ങനെയാണ് പൊടി മൂക്കുന്നതും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ പൊടി ഒരുപാട് മൂക്കുന്നതിന് മുമ്പേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ കളർ അങ്ങോട്ട് പോകും. പിന്നെയാണ് പപ്പയാണ് എനിക്ക് പറഞ്ഞു തന്നത് ശരിക്കും പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കുറേ നേരം കിടന്നിങ്ങനെ മൂത്താലാണ് ആ ഒരു കളറ് വരുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊടി, സവോള എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് ശേഷം ഇതിനകത്തേക്ക് തക്കാളി, ഇതിനകത്ത് ചേർത്തിരിക്കുന്ന തക്കാളി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പക്ഷേ അത് തക്കാളി പറിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് ക്യാമറ ഞാനെടുത്തു, അനിയത്തിക്ക് കയ്യിൽ കൈമാറി കുറച്ച് നേരം ഒന്ന് ഇളക്കി സഹായിക്കാൻ. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് എപ്പോഴും നല്ല കളർ വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പൊടിയെല്ലാം നന്നായി മൂക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നല്ല കളർ വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. നമ്മളപ്പോൾ അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തു. ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് കഴിയുമ്പോഴേക്കും തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം വന്നോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. ചിക്കൻ അവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെയാണ് എല്ലാം സെറ്റാക്കിയത്. അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിച്ച് ചിക്കൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊന്ന് അടച്ചു വെച്ചേക്കാണ്. അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ചിക്കൻ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ഇത് വീഡിയോയിലാണ് ഇത്ര പെട്ടെന്ന് റെഡി ആയത്. പക്ഷേ ശരിക്കും ഈ വീഡിയോ എടുക്കലും ചിക്കൻ കറി ഉണ്ടാക്കലും രണ്ടും കൂടി ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചുമന്ന ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചുമപ്പ് കളർ വന്നപ്പോൾ എന്തായാലും വേറെ ആരും കഴിച്ചില്ലെങ്കിൽ അവൾ കഴിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി.